വിശ്വാസ സമൂഹം തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു വാർത്ത തന്നെയായിട്ടാണ് അതിനെ സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ഗൗരവമായ രോഗാവസ്ഥയിൽ 2 മാസക്കാലം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ റെസ്റ്റ് എടുക്കണമെന്നും പൊതുജനത്തെ കാണരുത് എന്നും നിർബന്ധപൂർവമായ ഒരു നിർദ്ദേശം വത്തിക്കാനിലെ ഡോക്ടേഴ്സും ജമലി ആസ്പത്രി ഡോക്ടേഴ്സും നൽകിയിരുന്നു. എങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കാണുമ്പോൾ തന്റെ ഹൃദയം അവർക്കായി തുടിക്കുന്ന ഒരു മനസ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന ഈസ്റ്റർ തിരുകർമ്മത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ബലിക്ക് ശേഷം വത്തിക്കാൻ ബസിലിക്ക അവിടെ നിന്നും മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉർബിയത്ത് ഓർബിസ് ആശീർവാദം നൽകിയിരുന്നു. അതിനുശേഷം ജനങ്ങൾ തികച്ചും അനിശ്ചിതാവസ്ഥയിലായിരുന്നു. കാരണം ജനങ്ങൾ ആരും വത്തിക്കാൻ സ്ക്വയർ വിട്ടുപോകാതെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉടനെ തന്നെ പേപ്പൽ മൊബൈലിൽ കയറി ജനത്തെ ആശീർവദിക്കാൻ വരുന്നു. എന്നാൽ തന്റെ ആരോഗ്യാവസ്ഥ നമുക്കറിയാം. ആ ആശീർവാദം നൽകുന്ന ശബ്ദം വളരെ ബലഹീനമായ ഒരു ശബ്ദമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം ശ്രദ്ധിച്ചാൽ നമുക്കറിയാമായിരുന്നു വളരെയധികം ആരോഗ്യപരമായി ബലഹീനമായ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരുന്നത്. പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് കർദിനാൾമാർ എല്ലാവരും ബസിലിക്കയുടെ അകത്തേക്ക് പോവുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഗ്രീറ്റ് ചെയ്യാനും ആശീർവാദം സ്വീകരിക്കാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വൈദികർക്ക്, ബലിയിൽ പങ്കെടുത്ത എല്ലാ വൈദികർക്കും ലഭിച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങൾ ബസിലിക്കയുടെ മുൻപിൽ എൻട്രൻസിന്റെ അടുത്തായിട്ട് ഞങ്ങളോട് എല്ലാവരോടും കാത്തിരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന് ഞങ്ങളെ ഗ്രീറ്റ് ചെയ്തു പോകുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത. അതനുസരിച്ച് ഞങ്ങൾ ഏകദേശം 15 മിനിറ്റോളം ഞങ്ങൾ ആ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലായി കാത്തിരുന്നു. എന്നാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചു, ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളെ കാണാൻ വരുന്നില്ല, അതിന് പകരം ജനങ്ങളെ ആശീർവദിക്കാനായിട്ട് പോവുകയാണെന്നുള്ള വാർത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പതിവ് പോലെ ആ കൊടും വെയിലത്ത്, ആ വെയില് നമുക്ക് വളരെയധികം ചൂടുള്ള സ്കോർച്ചിങ് ഹീറ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായും ജനങ്ങളെ കാണാൻ തന്റെ പോപ്പ് മൊബൈലിൽ യാത്ര ചെയ്ത് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് സുദീർഘമായ സമയമെടുത്ത് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ ചെയ്തത്. ഒരു പക്ഷേ അത് തീർച്ചയായിട്ടും തന്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു കാര്യമാണെങ്കിലും അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. എനിക്ക് തോന്നുന്ന അച്ഛൻ ഈ പറഞ്ഞതിന്റെ മറുവശം കൂടി എനിക്ക് തോന്നുകയാണ്. കാരണം തൻ്റെ അന്ത്യദിനങ്ങൾ അല്ലെങ്കിൽ അടുത്തു എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ, അല്ലെങ്കിൽ അതൊരു പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതന അദ്ദേഹത്തിന് മനസ്സിലായി കാണാം. എങ്കിൽ അവസാന നിമിഷം താൻ ജനങ്ങളെ ഒന്നും കൂടി ഒന്ന് കണ്ടോട്ടെ, തൻ്റെ അജഗണങ്ങളെ ഒന്ന് കണ്ടിട്ട് അവരുടെ ഇടയിലൂടെ തന്നെ, കാരണം അവരുടെ ഇടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചത്, മരണത്തിന് തൊട്ടു മുമ്പും അവരുടെ ഇടയിലായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കാം. കാരണം ആശുപത്രിയുടെ ആ ഒരു 4 ചുമരിനുള്ളിൽ ഒരുപക്ഷെ മരണം സംഭവിക്കേണ്ടതായിരിക്കാം. കാരണം ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ ഒരു വാർത്ത നമ്മൾ പിന്നീട് അറിഞ്ഞതാണ്. പക്ഷേ ദൈവം വളരെ മനോഹരമായി തന്നെ 10,000-കണക്കിന് ജനങ്ങളുടെ ഇടയിലൂടി അപ്പോഴും കുട്ടികളൊക്കെ നമുക്ക് കാണാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്തേക്ക് കുട്ടികളെ എത്തിക്കുന്നു, സമ്മാനങ്ങൾ നൽകുന്നു ഓരോരുത്തരും. പക്ഷെ എങ്കിലും മാർപ്പാപ്പയുടെ ആ ഒരു ആരോഗ്യസ്ഥിതി പലപ്പോഴും ഞാനത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത്, അദ്ദേഹം കൈ പോലും അധികം പൊക്കുന്നില്ല. ജസ്റ്റ് കുട്ടികൾ വരുമ്പോൾ ഒരു വിരൽ വെച്ചൊന്ന് തൊടാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ബോഡി ഗാർഡ്സ് അദ്ദേഹത്തിന് കഴുത്തിൽ പോലും ഒന്ന് മസാജ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഇന്നലെ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ പക്ഷെ നമുക്കിങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നില്ല. എങ്കിലും നമ്മൾ ചിന്തിക്കുന്നു അദ്ദേഹം ഓക്കെ കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലേക്ക് തിരികെ വന്നു എന്നുള്ളൊക്കെ ഒരു ചിന്തയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ ഇതൊരു അദ്ദേഹത്തിന് മുൻകൂട്ടി അറിഞ്ഞിരിക്കാം തൻ്റെ അന്ത്യസമയം എന്നുള്ളത്. അത് വിശ്വാസികളുടെ ജനങ്ങളുടെ ഇടയിൽ താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ അജഗണങ്ങളുടെ ഇടയിലൂടെ തന്നെ ആയി തീർക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതോടൊപ്പം എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ JD വാൻസിനെ കണ്ടപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹം അവസാനമായി പറഞ്ഞതും കുടിയേറ്റക്കാരുടെ കാര്യമാണ്. കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞതും ഈ അഭയാർത്ഥികളുടെ കാര്യമാണ്. 12 വർഷം മുമ്പ് അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോഴും അവസാനവും അത് പറഞ്ഞാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഇതെല്ലാം നമുക്ക് ദൈവം നൽകുന്ന ഒരു സന്ദേശം പോലെയായിട്ട് കാണാം അല്ലേ അച്ഛാ? തീർച്ചയായിട്ടും ഡിജോ പറഞ്ഞതിനോട് ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്തോ ഒരു ഉള്ളിൽ
തികട്ടി വന്ന ഒരു ഉൾപ്രേരണ അതിശക്തമായതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അത്രയ്ക്കും വയ്യാതിരുന്നിട്ടും ആ വെയിലിനെ അവഗണിച്ചുകൊണ്ട് ജനങ്ങളെ കാണുവാൻ അത് അവസാന യാത്രയ്ക്ക് മുമ്പ് ഒരു ആശീർവാദം കൊടുത്തു പോയതുപോലെ തോന്നുന്നു. മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരോടും എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടുകൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയായതുപോലെ തോന്നുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇന്നലെ ഞങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുവാൻ ഞങ്ങൾ ബലിയർപ്പണം കഴിഞ്ഞ് ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് അവിടെ കാത്തിരുന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുവാൻ വേണ്ടി ജമലി ആശുപത്രിയിൽ പൂക്കളുമായി വന്ന ആ അമ്മച്ചി പതിവ് പോലെ പൂക്കളുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ പോവുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പൂക്കൾ നൽകുകയും ചെയ്തു. അത് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതുപോലും ഒരു സിംബോളിക് ആയിട്ടൊരു സൂചന തന്നെയാണ് കാണിക്കുക. ഒടുവിലത്തെ യാത്രയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആ അമ്മ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആ അമ്മ ചെന്ന് ഒരു പൂ കൊടുത്ത് യാത്രയാക്കിയതുപോലെ ഒരു തോന്നലാണ് എന്റെ മനസ്സിലേക്ക് വന്നത്.